അത്തപ്പൂക്കളമില്ലാതെ ഒരു ഓണം മലയാളിക്ക് ചിന്തിക്കാൻ കഴിയില്ല. തിരുവോണം വരെ പൂക്കളം ഒരുക്കാനായി വിപണി പൂക്കൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പൂവ് വാങ്ങാനെത്തുന്ന ആളുകളുടെ തിരക്കും വർദ്ധിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ ഉത്സവ സീസൺ ആയതിനാൽ ഇത്തവണ വിലയിൽ വർധനയുണ്ട്. മലയാളിയുടെ ഓണം കളറാകാൻ പൂക്കളം വർണ്ണങ്ങളാൽ നിറയണമെങ്കിൽ ഇവർ കൂടി വേണം. ബന്ദിയും വാടാമുല്ലയും അരളിയും ചെണ്ടുമല്ലിയുമില്ലാതെ അത്തപ്പൂക്കളം പൂർണ്ണമാകില്ല. അത്തം തുടങ്ങിയതിന് പിന്നാലെ വിപണി ഉണർന്നു. സ്കൂൾ കോളേജ് കുട്ടികളാണ് ആവശ്യക്കാരിൽ ഏറെയും. നല്ല വില ഉണ്ട്. ഞങ്ങളിപ്പോൾ 2 സ്ഥലത്തായി അന്വേഷിച്ചിരുന്നു. ഫസ്റ്റ് സ്ഥലത്ത് നോക്കിയപ്പോൾ എത്ര മുട്ടിന് 200 രൂപ. ഇവിടെ വന്നപ്പോൾ പിന്നെ കുറച്ച് കുറവ്. പിന്നെ മുല്ലപ്പൂ മാറ്റി നമ്മളിപ്പോൾ നന്ദിയാർവട്ടാക്കി. ഹോസ്റ്റലേഴ്സിനൊന്നും തീരെ താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വരുന്നവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് അത്തത്തിന്റെ ആദ്യ ദിനങ്ങളിലുള്ള വിലവർധനവ് വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളെ തന്നെയാണ് ഇത്തവണയും പൂവിനായി ആശ്രയിക്കുന്നത്. ഒരേ സ്കൂളിൽ ഒരേ റൂമിൽ ഓരോരുത്തർ 10 പേരോ അല്ലെങ്കിൽ 50 പേരുള്ളപ്പോൾ ഒരു ക്ലാസ് റൂമിൽ അവരൊരു അത്തമായിരുന്നു. ഇന്ന് 10 ക്ലാസ് റൂമുകൾ കൂടുന്ന ഒരു അത്തമാക്കി. അങ്ങനെ വന്നപ്പോൾ ബിസിനസ് മേഖലകൾക്ക്, ചെറിയ കടകൾക്ക്, ഒരുവിധപ്പെട്ട കടകൾക്ക് ഡിമ്മുണ്ടാകും. എങ്കിലും പൂക്കൾക്കൊരു ക്ഷാമവുമില്ല. പൂ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇത് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത മാർക്കറ്റ് എന്നത് ശങ്കരൻകോവിൽ മാർക്കറ്റിനാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ മാർക്കറ്റാണ്. കമ്പോളത്തിൽ നിന്ന് പൂക്കൾ വാങ്ങി അത്തമിടുന്നതിനൊപ്പം വീടുകളിൽ നിന്നുള്ള പൂക്കളും പലരും ആശ്രയിക്കുന്നു. കുറച്ച് പേര് കൊണ്ടുവരുന്നുണ്ട്. ചിലത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നമുക്ക് കഴിയും. ചിലതൊക്കെ കിട്ടാൻ സാധ്യതയില്ലാത്ത കുറച്ച് പൂക്കൾ മാത്രം മേടിക്കുന്നത്, ബാക്കിയൊക്കെ കഴിയുന്നതും കൊണ്ടുവരുവാണ്. 12 നിറങ്ങളിലുള്ള വിവിധ ഇനം പൂക്കൾ കടകളിലെത്തിയിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന പൂവില വരും ദിവസങ്ങളിൽ കുറയുന്നതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.